ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ. എന്ത് പറഞ്ഞാൽ നമ്മുടെ അനാമികയ്ക്ക് ഒരു ചെറിയ പണി കൊടുക്കുകയാണ് ദേവയാനിക്ക് മനസ്സിലായിരിക്കുകയാണ് കേട്ടോ. അനാമികയാണ് എല്ലാ കള്ളത്തരങ്ങളും ചെയ്യുന്നതെന്നും പേരും കള്ളിയാണ് അനാമികയും വേണുവും രേവതി എന്നുള്ള കാര്യമൊക്കെ ആ വീട്ടിൽ ചെല്ലുമ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി അനാമികയെ സ്നേഹിക്കാനേ തനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയാണ് ദേവയാനി. അതുകൊണ്ട് തന്നെ അനാമികയുടെ ഓരോരോ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാനും ഇനി ഓരോരോ പണികൾ കൊടുക്കാനും ദേവയാനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പണി കൊടുക്കുന്ന വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിട്ട് ദേവയാനി പറയുന്നുണ്ട്, അനാമികയെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാനൊന്നും എനിക്ക് ഇനി താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ അത്ര പന്തിയാണെന്ന് തോന്നുന്നില്ല, അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ലെന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാണ്, ആ വേണു പറയുന്നത് പലതും കള്ളത്തരാണെന്ന് എനിക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തറവാടിൻ്റെ മഹിമ. അതുകൊണ്ട് നമ്മുടെ അനന്തപുരിയിലെ പെൺകുട്ടികൾ ആരും ഡിവോഴ്സ് ആയിട്ടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഈ അനിയും അനാമികയും കൂടെയുള്ള ജീവിതം നല്ല രീതിയിൽ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴും നമ്മുടെ ദേവയാനി പറയാം, അതിനി നല്ല രീതിയിലൊന്നും പോകാൻ പോകുന്നില്ല. അനിയും അനാമികയും കൂടി ഇനി ഒരുമിച്ചാലും ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുന്ന പോലെ ആകുകയുള്ളൂ, ഒത്തുപോകാനൊന്നും പോകുന്നില്ല എന്ന് ദേവയാനി പറയുക. അപ്പോൾ മുത്തശ്ശനൊരു ചെറിയ സംശയം തോന്നുക, ദേവയാനി ഇത്രയധികം വെറുതെ അനാമികയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും ഇവളിങ്ങനെ പറയുന്നത്, ഇങ്ങനൊരു തീരുമാനം എന്തുകൊണ്ടായിരിക്കും എടുക്കുന്നത് എന്നൊക്കെ മുത്തശ്ശന് തോന്നുക. എന്നിട്ട് മുത്തശ്ശൻ ദേവയാനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ഇവളെന്താ ഉദ്ദേശിച്ചത് എന്ന് വെച്ചിട്ട്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്? അനാമിക മോൾ ഇനി ഇവിടെ വന്നാലും ശരിയാകാൻ പോകുന്നില്ലെന്ന് നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ദേവയാനി ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, എല്ലാ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പതുക്കെ മനസ്സിലാകും. കാരണം അനാമിക ഇനിയും ഈ അനന്തപുരി തറവാട്ടിൽ വന്ന് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവർക്കും നല്ലത് എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, അതെന്താ അനന്തപുരി തറവാട്ടിൽ വന്ന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്? അനന്തപുരി തറവാട്ടിലുള്ളവരെ എന്തെങ്കിലും അനാമിക ചെയ്തോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരുദ്ദേശം എന്തെങ്കിലും ആ കുട്ടിക്കുണ്ടോ? അപ്പോൾ ദേവയാനി പറയണം, ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വഴിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എല്ലാ സത്യങ്ങളും എന്നും മൂടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, അതെങ്ങനെയെങ്കിലും മറന്നെനിക്ക് പുറത്തു വരും എന്നൊക്കെ ദേവയാനി ഒരു അർത്ഥം വച്ചൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ. എന്താ ഇപ്പോൾ ദേവയാനി ഇങ്ങനെ പറഞ്ഞത്? ദേവയാനിയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊന്നും വീഴാറില്ല. എത്രയൊക്കെയാണെങ്കിലും അനാമികയെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അനിയുടെ ജീവിതം സന്തോഷമായിട്ട് പോകണമെന്നേ ദേവയാനി വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം എന്താണ് അനാമിക ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയായിരിക്കും ഇവിടെ എല്ലാവർക്കും നല്ലതെന്ന് അവൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ആ കുട്ടി കുറച്ചധികം ഇപ്പം മോശമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ദേവയാനിയോട് പെരുമാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ദേവയാനി ഇത്ര വെറുത്ത് പറയുന്നത് എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. അതേസമയം ദേവയാനിയുടെ മനസ്സിൽ മുഴുവൻ ഈ വിഷമമാണല്ലോ. പാലിൽ വിഷം ചേർത്ത് അന്ന് കൊല്ലാൻ ശ്രമിച്ചത് അനാമികയാണെന്നും, എന്നിട്ട് കരൾ കൊടുക്കാനായിട്ട് അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് പോലും എൻ്റെ കരൾ ഞാൻ കൊടുക്കില്ല, എൻ്റെ അവയവങ്ങളൊന്നും കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്ന് വരെ പറഞ്ഞ ആളാണ് കേട്ടോ നമ്മുടെ അനാമിക. അതുകൂടെ ഓർക്കുമ്പോൾ ദേവയാനിക്ക് തോന്നുക, എന്തൊരു ദുഷ്ടയാണ്, നവ്യയുടെ പാലിലാണ് കലക്കി വെച്ചത്. നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇത്രയധികം ചെയ്യാനായിട്ട് ഇവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ? ഇവൾ ഇനിയും ഈ അനന്തപുരിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? ഇതുപോലെ ദേഷ്യം വരുമ്പം അവളും അവളുടെ വീട്ടുകാരും കൂടി മറ്റുള്ളവരെ ശരിയാക്കില്ല എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുപോലെ അനിക്കും ഇതുപോലെ പാലിലോ ഭക്ഷണത്തിലോ വിഷം നൽകി ഇവൾ കൊല്ലില്ലെന്ന് അറിയില്ലല്ലോ. അത്രയ്ക്ക് ശത്രുതയാണ് അനിയോട്. നവ്യയോടൊരു ചെറിയ പ്രശ്നം വന്നപ്പോഴാണ് നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. അങ്ങനെയുള്ളവൾ അനിയെ ഇല്ലാതാക്കാൻ നോക്കിയാലോ? എനിക്കാകെപ്പാടെ പേടിയാവുന്നു എന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുകയാണ് ജയൻ്റെ അടുത്തേക്ക്. അപ്പോൾ ദേവയാനിയുടെ ചിന്തയും വിഷമവും ഇരിപ്പും എല്ലാം കണ്ടിട്ട് ജയൻ ചോദിക്കുക, എന്തു പറ്റി തനിക്ക്? താൻ ഇന്ന് വല്ലാതെ വിഷമിച്ചിരിക്കുന്നല്ലോ. ഇന്ന് ചന്തുമോളെയും കൊണ്ട് താൻ പുറത്തൊക്കെ പോയതല്ലേ, എന്നിട്ട് എന്താ ഇപ്പം ഇത്ര മൂഡ് ഓഫ്? പുറത്ത് പോയി അനഘയെ കാണിച്ചോ എന്നൊക്കെ ചോദിക്കുക.
അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ചന്തുമോളുമായിട്ട് പുറത്ത് പോയപ്പോഴൊക്കെ എനിക്ക് നല്ല സന്തോഷം തന്നെയായിരുന്നു. ആ പുറത്ത് പോയതോടുകൂടി പല കാഴ്ചകളും കാണാൻ പാടില്ലാത്തതൊക്കെ ഞാൻ കണ്ടു. അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അറിയുകയും ചെയ്തു. പല സത്യങ്ങളും തിരിച്ചറിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഷോക്കാണ് എനിക്കെന്ന് പറയണം. അപ്പോൾ ചോദിക്കുന്നുണ്ട് ജയൻ, നീ അനഘയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ കുട്ടിയെന്ന് ചോദിക്കുക. ഞങ്ങൾ അനഘയുടെ അടുത്തൊക്കെ പോയി. അതൊന്നും അല്ല പ്രശ്നം ജയേട്ട. അനാമിക മോളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് പ്രശ്നം എന്ന് പറയാം. അപ്പോൾ എന്താ അനാമികയെ കുറിച്ചിട്ട് പ്രശ്നം? ആ കുട്ടി ഒരു പ്രശ്നക്കാരിയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഈ അനന്തപുരിയിൽ അനാമിക വന്നതോടുകൂടിയാണ് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അനിയുടെ ജീവിതവും തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതല്ലേ. അനാമിക അത്ര പന്തിയല്ല, അവളുടെ പോക്ക് ശരിയല്ലെന്ന് അജയൻ വരെ പറഞ്ഞതാ എന്നിങ്ങനെ പറയാണ്. അപ്പം ദേവയാനി പറയാ, അത് ശരിയാ, അവളുടെ പോക്ക് ശരിയല്ല. ഞാനും ചന്തുമോളും കൂടെ പുറത്ത് കാറിലൂടെ പോകുമ്പം അനാമികയും മറ്റൊരു പയ്യനും കൂടി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുകയും സംസാരിക്കുകയും അത്ര പന്തിയല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ചോദിച്ചില്ല. അനി പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എനിക്കപ്പം മനസ്സിലായി. എന്നാലും അച്ഛനും അമ്മയും പറഞ്ഞെന്നെ വിട്ടിരുന്നു അനാമികയുടെ വീട്ടിൽ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഇതൊക്കെ കണ്ടപ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ലെങ്കിലും അനിയുടെ ജീവിതം ഓർത്തിട്ടും അവരുടെ പ്രശ്നങ്ങൾ ഓർത്തിട്ടും നമ്മുടെ തറവാടിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഒക്കെ അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്നപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുക, നീ എന്താ കേട്ടത്? അതെ, അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ കേട്ടതെന്ന് പറ. അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം ജയേട്ടാ. ഞാൻ ആദർശിനോടും നയനിയോടും ആ കാര്യം പറഞ്ഞു. അപ്പോൾ നയനിയൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാ? ഇവിടെയുള്ള പല കാര്യങ്ങളും ആദർശും നയനിയും നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെക്കുകയാണ്. മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും ഓർത്ത് അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ജയൻ പറയുന്നുണ്ട്, താൻ കാര്യം പറ, എന്ത് വലിയ കാര്യം അവിടെ സംഭവിച്ചത്? അപ്പോൾ പറയാണ്, അവർ സംസാരിക്കുന്ന കേട്ട വേറൊന്നുമല്ല, അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ച് ആ പാലെടുത്ത് കുടിച്ച് ഞാൻ കരള് പോയി ആശുപത്രിയിൽ കിടന്നത് ജയേട്ടൻ അറിയാവുന്നതല്ലേ. അന്ന് അതിന് കാരണക്കാരാരാണെന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വന്നിരുന്നു. പലരും നയനയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നവ്യയ്ക്ക് എടുത്തു വെച്ച പാലായിരുന്നല്ലോ അത്. പക്ഷേ അത് ചെയ്തത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്നുള്ളത് ഇന്ന് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. അവിടെ ചെന്നപ്പോൾ അവർ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പാലിൽ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് വിഷം ചേർത്ത് വെച്ചത്. പക്ഷേ നവ്യയ്ക്ക് പകരം അന്ന് ആ പാല് ഞാനാണ് എടുത്തു കുടിച്ചത്. അതുകൊണ്ടാണ് ഞാനന്ന് മരണത്തോട് മല്ലിട്ട് ആശുപത്രി കിടക്കേണ്ടി വന്നത്. എന്നിട്ട് ഒരു വാക്ക് പോലും അവർ മിണ്ടിയില്ല. ഒരു പശ്ചാത്താപം പോലും അവരുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. ഒന്ന് മാപ്പ് പറയാൻ പോലും അനാമിക തയ്യാറായില്ല. അതുമാത്രമല്ല, കരൾ ആവശ്യപ്പെട്ട് നടന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞു, എനിക്ക് കരൾ തരികയാണെങ്കിൽ പിന്നെ എൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുമെന്ന്. അതുകൊണ്ടെങ്കിലും നീ അത് ചെയ്യാൻ പറഞ്ഞിട്ടും അനാമിക ചെയ്തില്ല. അവരവിടെ കിടന്ന് മരിച്ചു പോയാലും അവർക്ക് എൻ്റെ ഒരു അവയവവും കൊടുക്കില്ല എന്ന് വാശി പിടിക്കുക വരെ ചെയ്തു. അവൾ ചെയ്ത തെറ്റാണ്. എന്നിട്ട് പോലും അതിനൊരു പരിഹാരം കാണാൻ അവളെ കൊണ്ട് പറ്റിയില്ല. ഒരു പശ്ചാത്താപവും ഇല്ല. ഇനിയും ഇങ്ങനെ ക്രൂരതകൾ ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഞാൻ അവരിൽ 3 പേരിലും കണ്ടത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജയൻ പറയാ, ഇതൊക്കെ സത്യമായിരുന്നു, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് ആദർശം നയനി അറിഞ്ഞിട്ട് ഇത് മറച്ചു വെച്ച എന്തുകൊണ്ടാണ്? അനന്തപുരിയിൽ ഇത്രയും ഒരു ദുഷ്ടയായ ഒരു പെണ്ണ് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവൻ എന്താ വില? അന്ന് പാലിൽ കലക്കി വെച്ച വിഷം നവ്യ കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞുണ്ടാവുമായിരുന്നോ? നവ്യയ്ക്ക് പകരം താൻ എടുത്ത് കുടിച്ചിട്ടും തനിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്? അതുപോലെ മറ്റുള്ളവരെ ഇവൾ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലെന്ന് എങ്ങനെ അറിയാം? അനിയുടെ ജീവിതമൊക്കെ എങ്ങനെയായി തീരും? ഇനിയും അനാമിക ഈ അനന്തപുരിയിൽ വെച്ച് വാഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ നേരത്തെ ആദർശം നയനയും പറയേണ്ടതല്ലായിരുന്നോ? അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടതല്ലായിരുന്നോ? അവരെന്താ ഇത് മറച്ചു വെച്ചത്? അപ്പോഴേക്കും ദേവയാനി പറയാണ്, അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരെ ഒരുപാട് മാനസികമായിട്ട് തളർത്തും. അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശം നയനയും പറയുന്നത്. അതുപോലെ ഈ സത്യങ്ങളൊക്കെ നമ്മുടെ അനി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനാമികയുമായിട്ട് ഒരിക്കലും ഒത്തുപോയില്ല. അനാമികയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും അനി. അങ്ങനെയൊക്കെ ഒരു സാഹചര്യവും പ്രശ്നങ്ങളും ആ സമയം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് അത് മറച്ചു വെച്ചതെന്ന് നയനിയും ആദർശും പറയുന്നതെന്ന് പറയുമ്പം ജയൻ പറയാണ്, നല്ല അടിയാണ് കൊടുക്കേണ്ടത് ആദർശനും നയനിക്കും. കാരണം അപ്പോഴേ അത് വെളിപ്പെടുത്തി അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു പാതകിയെ ഈ വീട്ടിൽ വെച്ച് വഴിക്കാൻ പറ്റില്ല. ഇനിയാണെങ്കിൽ അവൾ തിരിച്ചിങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും?
അപ്പോൾ ദേവയാനി പറയാ ജാനകി പോയിട്ടുണ്ട് അനാമികയെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെല്ലാം ഒരു കണ്ണ് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജാനകിയാണെങ്കിൽ പിന്നെയും തീരുമാനിക്കുകയാണ് കേട്ടോ അനാമികയെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അങ്ങനെ അനാമികയെ വിളിക്കാനായിട്ട് ജാനകി പോവാണ് അനാമികയുടെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണുവും രേവതിയും എല്ലാവരും കൂടി സ്വീകരിച്ചൊക്കെ കയറ്റുവാണ്. ആഹാ, അനിയുടെ അമ്മ വന്നോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മോൾ അവിടെ നിന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങ് പോന്നല്ലേ എന്ന് വേണു ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആ അതെ മോള് പോന്നു. ഏടത്തിയോട് അച്ഛനും അമ്മയും പറഞ്ഞതാ അനാമിക മോളെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം. പക്ഷേ ഏടത്തി അതിന് കൂട്ടാക്കിയില്ല. ഏടത്തിക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാരണം അവരുടെ മോനും മരുമോളും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അനാമിക മോൾ അവിടെ വന്ന് നിന്നാൽ നയനയുടെ സൗകര്യത്തിന് കുറവുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാ ഏടത്തി അതിനൊന്നും വരാതിരുന്നത്. എന്നാൽ പിന്നെ ഞാൻ തന്നെ നേരിട്ട് വന്നേക്കാമെന്ന് വിചാരിച്ചു. മോൾ ഇങ്ങനെ ഇവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം അനിയുടെ മനസ്സ് ഇപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. മോള് ഇവിടെ വന്ന് നിന്നാൽ ആ നന്ദു അവൾ അവിടെ വന്ന് കയറി കൂടുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് അവിടെ വന്ന് നിൽക്കേണ്ട അത്യാവശ്യമാണ് മോള്. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ആ നന്ദുവിനെ അവിടെ അടുപ്പിക്കാതിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും മനസ്സ് ഏത് നിമിഷവും മാറാം. അത് അനാമിക മോൾ ആലോചിക്കണം എന്ന് രേവതി പറയുകയാണ് കേട്ടോ നമ്മുടെ ജാനകി. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ കണ്ടില്ലേ ഏടത്തിയുടെ മനസ്സ് മാറിയത്. എത്ര പെട്ടെന്നാണ് നയനയും നവ്യയും കാണാൻ മേലാതിരുന്ന ഏടത്തിയല്ലേ ഇപ്പം അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അനാമിക മോളെ കൈവേളയിൽ വെച്ചുകൊണ്ട് നടന്ന ഏടത്തി ഇനി വന്ന് വിളിക്കില്ല എന്ന് തീർത്ത് പറയായിരുന്നു എന്നൊക്കെ പറയുമ്പം രേവതി പറയാ, അല്ലേലും ദേവയാനിക്കിപ്പം 2 കൊമ്പ് കൂടുതലാണ്. എന്തൊരു അഹങ്കാരമാണ്. സാരില്ല മോളെ, നീ താഴ്ന്നു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിലേ ആ നന്ദു അവൾ അവിടെ കയറിക്കൂടും. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് അനിയുടെ അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, അല്ലെങ്കിലും ഞാൻ പോകാൻ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആ നന്ദുവിനും അനിയും തമ്മിൽ ഒന്നിച്ച് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. എന്നിട്ട് ആ കൂടെ ജാനകിയുടെ കൂടെ പട്ടിപ്പെറുക്കി ചെല്ലുകയാണ് അനന്തപുരിയിലേക്ക്. അപ്പോൾ അനന്തപുരിയിലേക്ക് ജാനകി അനാമികയായിട്ട് വരുന്ന കാണുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് അത്ര പിടിക്കുന്നില്ല. ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, എടി വാടി, നിനക്ക് ഞാൻ ശകലം പണിയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ പഴയതുപോലെ നിന്നെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും ഞാൻ ഇരിക്കുന്നില്ല. നീ ഇനി സൂക്ഷിച്ച് തന്നെ ഇവിടെ നിന്നോണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാം. അനാമിക അങ്ങ് തുള്ളിച്ചാടി വന്ന് കയറുകയാണ് കേട്ടോ. വന്ന് കയറി അകത്തോട്ട് ആരോടും സംസാരിക്കാതെ റൂമിലേക്ക് കയറി പോവുക. അപ്പോൾ റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അനാമിക വരുന്നത് കണ്ട് നമ്മുടെ ചന്തുമോള് പാവം ആ റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലുകയാണ് കേട്ടോ. ചന്തുമോൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന കാണുമ്പോഴേ അങ്ങ് ബഹളം വയ്ക്കുകയാണ് അനാമിക. എന്തിനാണ് ഈ കൊച്ചേ നീ ഇങ്ങോട്ട് വന്നത്? എന്ത് കാണാൻ വന്നോ അത് നിന്നോട് ചോദിച്ചില്ലേ? ഇവിടെ അവകാശമുള്ളവർക്കൊന്നും സ്ഥാനമില്ല, അല്ലാത്തവരെല്ലാം വലിഞ്ഞ് കയറി വന്ന് താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചന്തുമോൾക്കിട്ട് വെറുതെ തല്ലുക. അപ്പോഴേക്കും അനി അങ്ങോട്ട് വരിക. നീ എന്തിനാ ചന്തുമോളെ തല്ലിയത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഈ കൊച്ചെൻ്റെ മുറി വരുന്നത് എനിക്കിഷ്ടമില്ല. അത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതെന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയാം, അതൊരു കൊച്ചുകുട്ടിയല്ലേ, നീ ഇവിടുന്ന് തോന്നുമ്പോൾ പിണങ്ങിപ്പറക്കി പോകുന്നുണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? നിനക്ക് അവിടെയെങ്ങാൻ നിന്നാൽ പോരായിരുന്നോ? മനുഷ്യൻ്റെ മനസമാധാനം കളയാനായിട്ട് വീണ്ടും വന്നിരിക്കുക എന്ന് പറയുമ്പം അമ്മിക്ക് പറയാണ്, അതെ, മനസമാധാനം കളയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഒന്ന് സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോയിട്ട് ആ ഗ്യാപ്പിലേക്ക് വേണം ആ നന്ദുവിനെ വിളിച്ച് കയറ്റാൻ. അതിനു വേണ്ടിയല്ലേ നീ ഇത്രയും കിടന്ന് വിഷമിക്കുന്നത്? അത് നടക്കാൻ പോകുന്നില്ല നീ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചന്തുമോൾ കരഞ്ഞിറങ്ങി ചെല്ലുന്നത്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ആ അനാമിക അടിച്ചെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, മോൾ എന്തിനാ അങ്ങോട്ട് പോകാൻ പോയത്? പല പ്രാവശ്യം മോളോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോകരുതെന്ന് എന്നൊക്കെ നയന പറഞ്ഞ് കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ അബിയും അതുപോലെ നവ്യയും ഉണ്ട്. അപ്പോൾ അബി അവിടെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. അബി കൊച്ചിനെ തല്ലുന്ന കണ്ടുകൊണ്ട് അബി പറയുന്നുണ്ട്, അയ്യോ ചന്തുമോള് കരയാണോ? ചന്തുമോള് കരയണ്ട കേട്ടോ, അനാമിക ആൻറ്റി വഴക്ക് പറഞ്ഞോ, മോള് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കൊച്ചിനെ എടുക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ നയനയുടെ മുമ്പിൽ ഒരു നല്ല കുഞ്ഞു പരിവേഷം വരണം, ഇല്ലെങ്കിൽ പിന്നെ സത്യങ്ങളെല്ലാം നയന വിളിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എങ്ങും ചെന്ന് എടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നവ്യയ്ക്ക് അങ്ങ് സഹിക്കുമോ? നവ്യ പറയുക, എന്താ അബി നീ കാണിക്കുന്നത്? എന്താ ഇപ്പം നിനക്കൊരു മാറ്റം? നീ എന്തിനാ കൊച്ചിനെ എടുത്തത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എനിക്കിത് ഇഷ്ടമില്ലെന്നുള്ള കാര്യം? പിന്നെ എന്തിനാ കൊച്ചിൻ്റെ പുറകെ പോകുന്നത്? എന്താ അബി നിനക്കൊരു മാറ്റം? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ നിൻ്റെ കയ്യിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പെട്ടെന്ന് കൊച്ചിനെ താഴെ വയ്ക്കുക. എന്നിട്ട് പറയും, ഏയ് ഒന്നുമില്ല, വെറുതെ അത് കരഞ്ഞുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളേ, ഞാൻ എടുക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അബി അങ്ങോട്ട് പുറത്തോട്ട് പോവാം.
പുറത്തോട്ട് പോയി വെളിയിൽ ചെന്ന് ആബിയുടെ ആ ഒരു സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ. അവരെ കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ആബി പോകുന്നത്. ചെന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മുടെ പരിപാടികളൊന്നും നടക്കാൻ പോകുന്നില്ല. ആ നവിയും ആദർശും എല്ലാം അറിഞ്ഞു. അതുപോലെ തന്നെ അനഘയെ ശരിയാക്കാന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പം നിങ്ങൾ അനഘയുടെ വീട്ടിൽ കാവൽ നിൽക്കാനൊന്നും പോകണ്ട. കാരണം അവിടെ ആദർശം നയനി ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് അനങ്ങിയ അവരറിയും. അതുകൊണ്ട് നമുക്കൊരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുന്നവരെ ഇനി തിരിച്ചു പോയാൽ മതി എന്ന് പറയുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ശരി സാർ, പക്ഷേ ഞങ്ങളുടെ പണത്തെക്കുറിച്ചിട്ടൊക്കെ എന്താ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട പോലെ ഞാൻ ചെയ്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ തൽക്കാലം പറഞ്ഞൊക്കെ വിടുന്നുണ്ട് അബി. അങ്ങനെ അബിക്ക് അനഘയുടെ വീട്ടിലുള്ള ആ ഒരു നോട്ടമൊക്കെ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. നയന തന്നെ അത് മുളയിലെ നുള്ളി കളഞ്ഞിരിക്കുക. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദേവയാനി വിചാരിക്കുന്നുണ്ട്, അനാമിക വന്നല്ലോ, അവൾക്ക് ഞാൻ അന്ന് കൊടുത്ത സ്വർണം മുഴുവൻ അവളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൾ അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഇവളെ ഒന്ന് വീഴ്ത്താൻ നോക്കണം. മിക്കവാറും ആ സ്വർണം മുഴുവൻ കൊണ്ടുപോയി അവളുടെ അച്ഛൻ വേണു വിറ്റ് തിന്നിട്ടുണ്ടാവും. എന്നിട്ട് കള്ളത്തരം പറയുക ലോക്കറിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. ഇപ്പം എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. സോപ്പിട്ട് അനാമികയുടെ അടുത്ത് ചെന്ന് കുറച്ച് മുക്കുപണ്ട അങ്ങ് കൊടുത്തു വിടും ഞാൻ. അതും കൊണ്ട് പോയി അവൾ വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യട്ടെ. ആ മുക്കുപണ്ടം കൊടുത്താൽ ഉടനെ പണത്തിന് ആവശ്യമുള്ള വേണു രേവതി ഇങ്ങോട്ട് വരും. അതും കൊണ്ട് പോകും. അതെവിടെയെങ്കിലും ജ്വല്ലറി കൊണ്ട് വിൽക്കാൻ പോകുമ്പം അകത്തുമാകും. അതെനിക്കൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ദേവയാനി അനാമികയുടെ അടുത്ത് ചെല്ലുക. കുറച്ച് മുക്കുപണ്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെന്നിട്ട് പറയുന്നുണ്ട്, അനാമികയെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. നിനക്ക് അന്ന് തന്ന സ്വർണ്ണമൊന്നും നീ മാറ്റി വാങ്ങേണ്ടത് പറഞ്ഞില്ലേ? ഇപ്പം ഞാൻ കുറച്ച് പുതിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ എടുത്തോ എന്ന് പറയാണ്. ഓണമൊക്കെയല്ലേ വരുന്നത്, മോക്കത്തേക്ക് ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അനാമിക നോക്കുമ്പോൾ അവിടെ കുറേ സ്വർണം കയ്യിൽ. ഇത്രയധികം സ്വർണം എനിക്കിപ്പോൾ എന്താ ഗിഫ്റ്റായിട്ട് ഇവർ തരാൻ പോകുന്നത്? ഇവർക്ക് എന്നോട് ദേഷ്യമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പം ദേവയാനി പറയാം, നിനക്ക് മാത്രമല്ല, ഇതിലും നല്ല കുറച്ച് സ്വർണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നയനയ്ക്ക് കൊടുക്കാനാണ്. അവളല്ലേ എൻ്റെ മരുമകൾ. ഇതുവരെ അവൾക്ക് സമ്മാനങ്ങളൊന്നും നൽകാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. അവക്കും കൊടുക്കണം. പക്ഷേ ഇത് നിനക്കുള്ള അനാമിക മോളെ, ഓണത്തിൻ്റെ വക വല്യമ്മയുടെ ഒരു സമ്മാനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അനാമിക പറയാം, കിട്ടിയതായി. ഏതായാലും ഇത്രയും സ്വർണം കിട്ടിയല്ലോ, ഇത് അച്ഛൻ്റെ കൈ കൊടുത്ത് വിറ്റാൽ കുറേ ബാധ്യതകൾ തീരും, കുറേ പണം നിൽക്കും, തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പോരട്ടെ എന്നൊക്കെ അനാമിക മനസ്സിൽ വിചാരിക്കുക. ആണോ വല്യമ്മേ, ഇത് എനിക്ക് കൊണ്ടുവന്നതാണോ? ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ. ആ പുതിയ ഡിസൈനുകളൊക്കെ ആണല്ലോ, ഓണം സ്പെഷ്യൽ നമ്മുടെ ജ്വല്ലറി വന്നതാണോ എന്നൊക്കെ ചോദിക്കുക. അതെ, ഇതൊരു ഓണം സ്പെഷ്യൽ തന്നെയാണ്, ശരിക്കും മോള് ഞെട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് കൊടുത്തു കഴിയുമ്പോഴേക്കും അനാമിക അത് വാങ്ങിച്ച് അലമാരി വെച്ചിട്ട് ദേവയാനി അങ്ങ് പോകുന്നുണ്ട്. ഇത് വിൽക്കുമെന്നറിയാം, കള്ളത്തരം പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അനാമികയാണെങ്കിൽ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ, വല്യമ്മ പറഞ്ഞ പോലൊന്നും അല്ല കേട്ടോ, കുറച്ച് സ്വർണം കുറച്ചധികം ഉണ്ട്, എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും ഇങ്ങ് വന്നാൽ ഇത് ഞാനങ്ങ് തന്നുവിടാം എന്ന് പറയാണ്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ വേണുവും രേവതിയും കൂടി വരികയാണ്. വന്നിട്ട് അവിടെ വന്ന് എല്ലാവരോടും സംസാരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കണം. മോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി അവിടെ വരുന്നത് എല്ലാം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾക്ക് കൂടെയുള്ളൊരു മോളല്ലേ, അതുകൊണ്ട് അവളുടെ ജീവിതം സന്തോഷമാകണമെന്നേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഈ അനന്തപുരിയിലുള്ളവരെല്ലാം അതിനായിട്ട് ശ്രമിക്കണം. അനിയുടെയും അനാമികയുടെയും പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് ആ നന്ദുവിനെ അനിയുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ അനിയോട് നിങ്ങൾ എല്ലാവരും ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റിയൊക്കെ അടിച്ച് രണ്ടുപേരും വന്ന് നിൽക്കുക. ആ സമയത്ത് നമ്മുടെ അനാമികയാണെങ്കിൽ അവർ പോകുമ്പം ഈ ദേവയാനി കൊടുത്ത സ്വർണ്ണം എടുത്ത് കൊടുത്തു വിടുക. എന്നിട്ട് പറയുക, അച്ഛാ, ഇത് ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയി വിറ്റ് കാശാക്കുക, നമുക്ക് ആവശ്യങ്ങൾ കിടക്കല്ലേ, ഇങ്ങനെ ഇവിടുന്ന് കുറച്ചായിട്ട് അങ്ങോട്ട് നമുക്ക് അടിച്ച് മാറ്റാം എന്നൊക്കെ പറയാം. അപ്പോൾ വേണുവിനും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ, കുറച്ച് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും കൊണ്ട് പോയി നേരെ വേണുവും രേവതിയും കൂടെ ഒരു ജ്വല്ലറിയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇതൊന്ന് വിറ്റെടുക്കണ്ടേ, വിറ്റ് കാശാക്കണം. കയ്യിൽ വെച്ചാൽ ഇനിയും ദേവയാനി തിരിച്ചു ചോദിച്ചെങ്കിലോ. അങ്ങനെ അവർ ജ്വല്ലറി ചെന്ന് ഇത് വിൽക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, നല്ല ഒന്നാം തരം ജ്വല്ലറിയാണ്, മൂർത്തി ജ്വല്ലറിയിലെ ആഭരണങ്ങളാണ്, 916 ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക.
അവർ വാങ്ങിച്ചു നോക്കുമ്പം മുക്കുപണ്ടം അവരുടനെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഈ വിവരം അറിയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പോലീസിനെ വിളിക്കുകയാണ് കേട്ടോ. പോലീസിനെ വിളിക്കുമ്പോൾ നമ്മുടെ നന്ദുവാണ് എത്തുന്നത് അറസ്റ്റ് ചെയ്യാനായിട്ട് വേണുവിനെയും രേവതിയും. കള്ളസ്വർണ്ണം കൊണ്ട് കൊടുത്തതിന് ഇത് മൂർത്തീസ് ജ്വല്ലറിയിലാണോ എന്ന് ചോദിക്കുമ്പം അല്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു വേണുവിനെയും രേവതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ഈ വിവരം ദേവയാനി അറിയാണ്. അപ്പം നയനയാണ് ദേവയാനിയോട് വന്ന് പറയുന്നത്, അമ്മേ ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ അനാമികയുടെ അച്ഛൻ ഇവിടുന്ന് പോയ വഴി കുറേ സ്വർണം കൊണ്ടുപോയി ഏതോ ജ്വല്ലറിയിൽ കൊടുത്തു, അത് മുഴുവൻ മുക്കുപണ്ടമായിരുന്നു എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, അത് മോളെ ഞാൻ അനാമികയ്ക്ക് കൊടുത്തില്ലേ, ആ സ്വർണ്ണമാണത്, ഞാനൊരു പണി കൊടുത്തതാണ്. ഇവളുടെ കള്ളത്തരം പൊളിയണമല്ലോ. ഇവരിവിടുന്ന് കൊണ്ടുപോകുന്ന സ്വർണം മുഴുവൻ ലോക്കറിലുണ്ടെന്ന് പറയുന്ന വെറുതെയല്ലേ അപ്പം വിറ്റ് പുട്ടടിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ. അപ്പോൾ ഇതറിയുമ്പോൾ അനാമിക വന്നിട്ട് ദേവയാനിയോട് പറയാം, വല്യമ്മ എനിക്ക് തന്ന സ്വർണം മുക്കുപണ്ടമായിരുന്നോ? അപ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിൻ്റെ ലോക്കറി ഇരിക്കല്ലേ, അത് ഇത്ര പെട്ടെന്ന് മുക്കുപണ്ടാണോ എന്ന് മോളെങ്ങനെ അറിഞ്ഞേ? അല്ല അതല്ലേ എൻ്റെ അച്ഛനെ ഞാൻ കൊടുത്ത് വിട്ടിരുന്നു കുറച്ച്, അത് അച്ഛൻ ഒരു ജ്വല്ലറി കൊണ്ടുവന്നപ്പോൾ അത് മുക്കുപണ്ടാന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്നെ പറ്റിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാം, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ശരിക്കും ഇവിടെയുള്ളവരെയൊക്കെ പറ്റിക്കുന്ന ആരാണെന്ന് അനാമിക തന്നെ ആലോചിച്ചു നോക്ക്. ഈ വീട്ടിലുള്ളവരെ കണ്ണിൽ ഇന്നും പൊടിയിട്ട് ഇവിടെ സ്വർണവും പണവും മുക്കാവെന്ന് അനാമിക വിചാരിച്ചോ? അതൊക്കെ നിൻ്റെ വ്യാമോഹം മാത്രമാണ് മോളെ എന്ന് പറയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്